നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ബി.ജെ.പി കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി നേതാക്കൾ. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് നേതാക്കൾ രംഗത്ത് വന്നത്. സീറ്റെണ്ണം 2 അക്കം വരെ കടക്കുമെന്ന് വരെ അവകാശപ്പെട്ടിരിക്കുന്ന നേതാക്കൾ 3 എണ്ണത്തിലെത്തി നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ദേശീയ നേതാക്കളുടെ നിര തന്നെ രംഗത്തിറങ്ങിയ റാലികൾ, സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിറഞ്ഞ ആസൂത്രണത്തോടെയുള്ള പ്രചാരണ സംവിധാനങ്ങൾ, അങ്ങനെ ചെയ്യാവുന്നതെല്ലാം ചെയ്തുവെന്ന് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം പറയുന്നു. എന്നാൽ അത് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തിയെന്ന് ഉറപ്പിച്ചു പറയാൻ നേതാക്കൾക്കാകുന്നുമില്ല. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം എന്നിവ ഉറപ്പായും കിട്ടുമെന്നാണ് നേതാക്കളിൽ പലരും പറയുന്നത്. പാലക്കാട്, കാസർഗോഡ്, തിരുവനന്തപുരം, കാട്ടാക്കട, ചാത്തന്നൂർ, കുന്നത്തുനാട്, മലമ്പുഴ, നാട്ടിക, തൃശൂർ, തിരുവല്ല, ആറ്റിങ്ങൽ, പാല, പൂഞ്ഞാർ, മണലൂർ, ഹരിപ്പാട് എന്നിവിടങ്ങളിലെല്ലാം പ്രചാരണത്തിൽ 2 മുന്നണികളുടെ ഒപ്പത്തിനൊപ്പമോ ചിലയിടങ്ങളിൽ അവരെക്കാൾ മുന്നിലോ എത്തി. സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ എല്ലായിടത്തും എത്തിയെങ്കിലും നേമത്തായിരുന്നു ശ്രദ്ധ മുഴുവൻ. അക്കൗണ്ട് വീണ്ടും തുറക്കുകയെന്നത് അഭിമാന പ്രശ്നവുമാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയേക്കാൾ രാജീവ് ചന്ദ്രശേഖരനാണ് തെരഞ്ഞെടുപ്പ് ഫലം ഒരു പടി കൂടി കൂടുതൽ നിർണായകമാകുക. അപ്രതീക്ഷിത സീറ്റുകളിൽ അട്ടിമറി വിജയം നേടുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ അഭിപ്രായം. ശക്തി കേന്ദ്രങ്ങളിൽ വിജയം ഉറപ്പെന്നും സംസ്ഥാന അധ്യക്ഷൻ പ്രതീക്ഷ പങ്കുവച്ചു. കേരളത്തിലെ പകുതിയിലേറെ മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരം നടന്നതായിട്ടാണ് വിലയിരുത്തുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം ബി.ജെ.പിക്ക് സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. പാർട്ടിക്കായി മാസങ്ങളായി കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകരും താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ശരിവെക്കുന്നു. മാറ്റത്തിനായി വോട്ട് രേഖപ്പെടുത്തിയവർ ബി.ജെ.പിക്ക് പിന്തുണ നൽകിയെന്ന് ഉറപ്പാണ്. വലിയ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാത്തിരിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കേരളത്തിലെ ജനങ്ങൾ ഇടത് വലത് മുന്നണികളെ മടുത്തു കഴിഞ്ഞു. സംസ്ഥാനത്തെ 3ാം രാഷ്ട്രീയ ശക്തിയായി ബി.ജെ.പിയെയും എൻ.ഡി.എയും അവർ അംഗീകരിച്ചിട്ടുണ്ട്. പകുതിയിലേറെ മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരം നടന്നതായിട്ടാണ് വിലയിരുത്തുന്നത്. അപ്രതീക്ഷിത സീറ്റുകളിൽ ബി.ജെ.പി അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നു. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലും മികച്ച വിജയം ഉറപ്പാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം ബി.ജെ.പിക്ക് സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. പാർട്ടിക്കായി മാസങ്ങളായി കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകരും താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ശരിവെക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും 10 വർഷം നീണ്ടുനിന്ന ഇടതു ഭരണത്തിന്റെ കെടുകാര്യസ്ഥതകളും കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയവുമെല്ലാം തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇരു മുന്നണികളെയും മതിയായി, ഇനി വരണം ബി.ജെ.പി എന്ന പ്രചാരണവും വികസിത കേരളം എന്ന ബി.ജെ.പി മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യവും മലയാളികൾ ഏറ്റെടുത്തതാണ്. മാറ്റത്തിനായി വോട്ട് രേഖപ്പെടുത്തിയവർ ബി.ജെ.പിക്ക് പിന്തുണ നൽകിയെന്ന് ഉറപ്പാണ്. വലിയ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാത്തിരിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്തായാലും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സൂര്യോദയത്തിനാണ് നാളെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരം തിരിച്ചുപിടിക്കാൻ യു.ഡി.എഫും ചരിത്രത്തിലാദ്യമായി ഒരു മുന്നണിക്ക് 3ാം തുടർച്ച നൽകി ഹാട്രിക് തികയ്ക്കാൻ എൽ.ഡി.എഫും അണിനിരക്കുമ്പോൾ ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ല, മറിച്ച് ഇരു മുന്നണികളുടെയും നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടം കൂടിയാണ്. യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോഴല്ലെങ്കിൽ ഒരിക്കലുമില്ല എന്ന അഗ്നിപരീക്ഷയുടെ നാളുകൾ കൂടിയാണ്. 2016-ലും 2021-ലും നേരിട്ട കനത്ത പരാജയങ്ങൾക്ക് ശേഷം ഇത്തവണയും ഭരണത്തിലേക്ക് തിരിച്ചു വരാനായില്ലെങ്കിൽ യു.ഡി.എഫ് എന്ന സംവിധാനം തന്നെ തകരുമെന്ന ഭീതി രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നു. തുടർച്ചയായ 3ാം പരാജയം ഘടകകക്ഷികളുടെ കൊഴിഞ്ഞുപോക്കിനും കോൺഗ്രസിനുള്ളിലെ തീപിടിച്ച ആഭ്യന്തര കലഹങ്ങൾക്കും വഴിമരുന്നിടും. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നേടിയ വൻ മുന്നേറ്റം നിയമസഭയിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. 80 മുതൽ 85 സീറ്റുകൾ വരെയാണ് യു.ഡി.എഫ് പ്രതീക്ഷിക്കുന്നത്. അനുകൂല തരംഗമുണ്ടായാൽ അത് 95 കടക്കുമെന്നും ലീഗ് കേന്ദ്രങ്ങൾ കണക്കൂട്ടുന്നു. മലപ്പുറം, എറണാകുളം, കോട്ടയം, വയനാട് ജില്ലകളിലാണ് യു.ഡി.എഫ് പ്രധാനമായും കണ്ടുവെക്കുന്നത്.